ഉപതെരഞ്ഞെടുപ്പ് തീയതി അടുത്ത ആഴ്ച പ്രഖ്യാപിച്ചേക്കും. PV അൻവർ രാജിവെച്ച നിലമ്പൂർ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് നിർദ്ദേശം നൽകി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തീയതി ഉടൻ തീരുമാനമുണ്ടാവും. അവധിക്കാലമായതിനാൽ മെയ് മാസത്തിൽ തന്നെ ഉപതെരഞ്ഞെടുപ്പിനാണ് സാധ്യത. കോൺഗ്രസിൽ നിന്ന് VS ജോയിയോ ആര്യാടൻ ഷൗക്കത്തോ സ്ഥാനാർത്ഥിയാകുമെന്ന സൂചനയുണ്ട്. CPM TK ഹംസയെയോ ചില പ്രാദേശിക നേതാക്കളെയോ പരിഗണിക്കാനിടയെങ്കിലും അവസാന നിമിഷം സർപ്രൈസ് സ്ഥാനാർത്ഥിക്കും സാധ്യതയുണ്ട്. ഉപതെരഞ്ഞെടുപ്പിലെ നിർണായക ഘടകം PV അൻവർ ആയിരിക്കുമെന്നതിൽ ഒരു തർക്കവുമില്ല. സുപ്രധാന തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് LDFന് ഷോക്ക് ട്രീറ്റ്മെന്റ് നൽകാനാണ് അൻവറിന്റെ ലക്ഷ്യം. PV അൻവർ ഒപ്പമുള്ളത് UDFന് ആശ്വാസവുമാണ്. 2 വട്ടം മണ്ഡലം നിലനിർത്തിയത് LDFന് ആശ്വാസമാണ്. അത് അൻവറിനെ ഒപ്പം നിർത്തിയായിരുന്നു. ഇപ്പോൾ അൻവറില്ലാത്തത് എങ്ങനെ ബാധിക്കുമെന്നതാണ് ആകാംക്ഷ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് അടുത്ത മണിക്കൂറിൽ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് UDFും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഒരു സിറ്റിംഗ് MLA വെടിയേറ്റ് മരിച്ച അപൂർവ ചരിത്രവും നിലമ്പൂരിനുണ്ട്. 1969 K കുഞ്ഞാലി കൊല്ലപ്പെട്ടതിനെ തുടർന്നായിരുന്നു മണ്ഡലത്തിലെ ആദ്യ ഉപതെരഞ്ഞെടുപ്പ്. മലപ്പുറം ജില്ല നിലവിൽ വരുന്നതിന് മുൻപേയുള്ള മണ്ഡലമാണ് നിലമ്പൂര്. K കുഞ്ഞാലിയാണ് ആദ്യ നിലമ്പൂരിലെ MLA. പിന്നീട് കുഞ്ഞാലി കൊല്ലപ്പെട്ടതിനു ശേഷം 1977 ആര്യാടൻ ആദ്യമായി നിലമ്പൂരിൽ ജയിച്ചത്. കുഞ്ഞാലി വധക്കേസിന്റെ സൂത്രധാരനായ CPM ആരോപിച്ച ആര്യാടൻ മുഹമ്മദ് ഇടതുപക്ഷത്തിന്റെ ഭാഗമായ കോൺഗ്രസ് U ടിക്കറ്റിലാണ് 80 ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് കോൺഗ്രസ് Iയിലെ MR ചന്ദ്രനെ തോൽപ്പിച്ചത്. 1982 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോഴേക്കും രാഷ്ട്രീയ രംഗം കീഴ്മേൽ മറിഞ്ഞിരുന്നു. TK ഹംസ ഇടതുപക്ഷ സ്വതന്ത്രനായും ആര്യാടൻ മുഹമ്മദ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായും ഗോദയിലിറങ്ങി. കടുത്ത പോരാട്ടത്തിൽ TK ഹംസ നേരിയ ഭൂരിപക്ഷത്തിന് ജയിച്ചു. 1987 ദേവദാസ് പൊറ്റക്കാടിനെ തോൽപ്പിച്ച് നിയമസഭയിലെത്തിയ ആര്യാടന് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. 2016 വരെ അദ്ദേഹം വിജയം തുടർന്നു. 2016 മത്സര രംഗത്ത് നിന്ന് മാറി മകൻ ഷൗക്കത്തിനെ രംഗത്തിറക്കി. ഇടത് സ്വതന്ത്രനായെത്തിയ അൻവർ കോൺഗ്രസിനെ തറ പറ്റിച്ച് 2 വട്ടം മണ്ഡലം കൈപ്പിടിയിലാക്കുകയായിരുന്നു. മത്സരിക്കാൻ തയ്യാറായി ആര്യാടൻ ഷൗക്കത്തും രംഗത്തുള്ളതിനാൽ കരുതലോടെയായിരിക്കും സ്ഥാനാർത്ഥി നിർണയം. ഇത്തവണ CPM പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനാണ് സാധ്യതയേറെ. സ്വരാജ് അവിടെ മത്സരിച്ചേക്കുമെന്ന് അഭ്യൂഹങ്ങളുണ്ട്. മാട്ടുമ്മൽ സലീം, VM ഷൗക്കത്ത്, ഷൊറോണ റോയ് എന്നിവരുടെ പേരുകളും കേൾക്കുന്നുണ്ട്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.